ആളുകൾക്ക് അടിയന്തരമായ സഹായവും അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാടകയും അടിയന്തരമായി കിട്ടണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. അത് കിട്ടാൻ ഇവിടെ പോകില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട 1013 പേർക്ക് അടിയന്തര ധനസഹായമായ 10,000 രൂപ അനുവദിച്ചു എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. നേരിട്ട് ദുരന്തം ബാധിച്ച 55 പേർക്ക് ഇനിയും ധനസഹായം വിതരണം ചെയ്യാനുണ്ടെന്നാണ് പരാതി. ഇത് വൈകിപ്പിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരാണെന്നാണ് CPIMന്റെ ആരോപണം. ഈ വിഷയം ഉന്നയിച്ചായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. 14 പഞ്ചായത്തിലും 2 മുനിസിപ്പാലിറ്റിയിലായിട്ട് 815 കുടുംബം ഈ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കുന്നുണ്ട്. ഇവർക്ക് അടിയന്തര സഹായമായ 10,000 രൂപ, അതുപോലെ തന്നെ ഭക്ഷ്യക്കിറ്റ് എന്നിവ സർക്കാർ പ്രഖ്യാപിച്ച സാധനങ്ങൾ. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് വിഷയം എന്താ വെച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറി സീൽ വെച്ച പേപ്പർ കൊടുത്താലേ ഈ ഗോഡൌണിൽ നിന്ന് തുറന്നു കൊടുക്കുള്ളൂ. എന്നാൽ പല കാരണങ്ങളാൽ ഇത് തുറന്നു കൊടുക്കാതെ ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ധനസഹായ വിതരണത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് പഞ്ചായത്തിന്റെ മറുപടി. മേഖലയിൽ ഉൾപ്പെട്ട 3 വാർഡുകളിൽ ശേഷിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും 10,000 രൂപ ധനസഹായം അനുവദിക്കണമെന്നും പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. ഈ വിഷയം ഉന്നയിച്ച UDF പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കലക്ടറെ കണ്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. ഈ മാസം 30-ാം തീയതിക്കകത്ത് ഇതുവരെ അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും 10,000 രൂപ കൊടുക്കാൻ കലക്ടർ നമ്മളോട് സമ്മതിക്കുന്നുണ്ട്. ഈ തീരുമാനം ഇവിടെ നിലനിൽക്കുമ്പോൾ മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞ ഒരു തീരുമാനം എന്ന് പറയുന്നത് 10, 11, 12 വാർഡിലെ മുഴുവൻ ആളുകൾക്കും അവരെ മുഴുവൻ ദുരന്തബാധിതരായി കണ്ടുകൊണ്ട് അവർക്കെല്ലാവർക്കും 10,000 രൂപ കൊടുക്കണം എന്നാണ്. നിലവിൽ അപേക്ഷകരായ എല്ലാവർക്കും ഈ മാസം 30-നകം ധനസഹായം വിതരണം ചെയ്യുമെന്ന് കലക്ടർ ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പ്രതികരിച്ചു. 24 വയനാട്.